പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു കമ്മിറ്റി നിയോഗിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. കമ്മിറ്റി എന്നത് ജുഡീഷ്യൽ കമ്മീഷൻ അല്ല എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതായിട്ട് ഉണ്ട്. ജുഡീഷ്യൽ കമ്മീഷൻ ആയിരുന്നുവെങ്കിൽ നിയമസഭയിൽ വെക്കുകയും ശുപാർശയുടെ മേലെ സർക്കാർ ഉദ്ദേശിക്കുന്ന നടപടി എന്തെന്ന് വ്യക്തമാക്കപ്പെടുകയും ചെയ്യണമായിരുന്നു. കമ്മിറ്റിയാണ് എന്നുള്ളതുകൊണ്ട് നൽകിയ ശുപാർശകൾ പരിശോധിച്ച് നടപ്പിലാക്കുക എന്ന ഉത്തരവാദിത്തമാണ് സർക്കാർ ഏറ്റെടുക്കാനുള്ളത്. ആ ഉത്തരവാദിത്തം സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ശുപാർശകൾ പ്രത്യേകമായി നൽകിയിട്ടില്ല എങ്കിലും അവരുദ്ദേശിച്ച 24 ശുപാർശകൾ മനസ്സിലാക്കി അക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തത്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത സമീപനമാണ് ഇക്കാര്യത്തിൽ കേരളത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി സിനിമാ രംഗത്ത് രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യയിൽ കേരളത്തിലാണ് ആരംഭിച്ചത്. സിനിമാ നയം രൂപീകരിക്കണമെന്ന കമ്മിറ്റിയുടെ ശുപാർശ കണക്കിലെടുത്ത് ഷാജി എൻ കരുൺ ചെയർമാനായി ഒരു കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ്. സിനിമാ നയം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് തന്നെ സിനിമ കോൺക്ലേവ് നടത്തണമെന്ന് തീരുമാനിച്ചു. ചിലരിപ്പോൾ കോൺക്ലേവിനെതിരായി അത് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാവരുമായി എല്ലാ മേഖലയുമായി ചർച്ച ചെയ്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ട്രിബ്യൂണൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് നിയമനിർമ്മാണം നടത്താനുള്ള ആലോചനയും സർക്കാർ നടത്തിയിരിക്കുന്നു. ഒരു നിയമനിർമ്മാണം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് ഗവൺമെന്റ് കാണുന്നത്. വനിതകൾക്ക് സിനിമാ മേഖലയിൽ കൂടുതൽ സഹായങ്ങൾ നൽകണമെന്ന കമ്മീഷന്റെ ശുപാർശ കണക്കിലെടുത്ത്, കമ്മിറ്റിയുടെ ശുപാർശ കണക്കിലെടുത്ത് ഒരു സിനിമക്ക് 1.5 കോടി സഹായം നൽകുക എന്ന തീരുമാനം സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 സിനിമകൾ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെയൊരു സഹായം ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. സിനിമയിൽ സാങ്കേതിക വിദ്യ വേണ്ട മേഖലയിൽ സ്ത്രീകളെ കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചലച്ചിത്ര അക്കാദമിയിൽ സ്ത്രീകൾക്കായി പ്രത്യേക പരിശീലനം നൽകുന്നതിനു വേണ്ടി പരിപാടി ആരംഭിച്ചു. വനിതകൾക്ക് പ്രത്യേക അവാർഡ് നൽകണമെന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അവാർഡ് നൽകുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം നാഞ്ചിയമ്മക്കും നവ സംവിധായിക എന്ന നിലയിൽ ശ്രുതി ശരണ്യക്കും അവാർഡുകൾ നൽകിയിട്ടുള്ളത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വനിതകൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന ശുപാർശ അത് കണക്കിലെടുത്തുകൊണ്ടാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ അത് പുറത്തുവിടാൻ പാടില്ല എന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് ഹേമ തന്നെ 2020 ഫെബ്രുവരി 19 കത്ത് നൽകിയിരുന്നു. അന്നത്തെ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ജസ്റ്റിസ് ഹേമ
കത്ത് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവരാവകാശ കമ്മീഷൻ അത് പുറത്തുവിടേണ്ടതില്ല എന്ന് പറഞ്ഞത്. ഒരു മാധ്യമപ്രവർത്തകൻ 2020 തന്നെ വിവരാവകാശ കമ്മീഷനെ സമീപിച്ച് റിപ്പോർട്ടിൽ അവരാവശ്യപ്പെട്ടിരുന്നു. റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്ന് 2020 ഒക്ടോബർ 22 കമ്മീഷൻ ചെയർമാൻ വിൻസെന്റ് എം പോൾ ഉത്തരവ് ഇടുകയാണ് ചെയ്തത്. 2020 പുറപ്പെടുവിച്ച ആ ഉത്തരവിനെ ഓവർറൂൾ ചെയ്താണ് വിവരാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ 2024 ജൂലൈ 7 സർക്കാരിന് നിർദ്ദേശം നൽകിയത്. വിവരാവകാശ നിയമപ്രകാരം സ്വകാര്യതാ ലംഘനമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നതിനായിരുന്നു കമ്മീഷന്റെ നിർദ്ദേശം. ഇതിന്റെ നടപടികൾ പുരോഗമിക്കുന്ന സന്ദർഭത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഉത്തരവ് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുകയും ചെയ്യുന്ന നില ഉണ്ടായത്. ആ സ്റ്റേ മാറ്റിയതിന് ശേഷമാണ് പുറത്തേക്ക് റിപ്പോർട്ട് നൽകിയത്. ഇതിന്റെ ഭാഗമായി ആ സന്ദർഭത്തിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് നേരത്തെ വനിതാ കമ്മിറ്റിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടു. എന്നാൽ അത് രഹസ്യമാക്കണമെന്ന ഹേമയുടെ നിർദ്ദേശത്തെ അംഗീകരിച്ചുകൊണ്ട് ആ കത്ത് കൂടിച്ചേർത്തുകൊണ്ടാണ് പോലീസിന് നൽകിയിരുന്നത്. പരസ്യപ്പെടുത്താനോ അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാനോ പറ്റാത്ത സാഹചര്യം അതുകൊണ്ടാണ് ഉണ്ടായത്. രണ്ടാം ഘട്ടമായി അവ പരസ്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ ഇത് സംബന്ധിച്ച് നടപടിയിലേക്ക് നയിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി ഒരു അന്വേഷണ സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചു. ഇതായിരുന്നു ഒരു പ്രധാനപ്പെട്ട സംശയമായിട്ട് വന്നിരുന്നത്. പരാതികൾ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് പരിഗണിക്കപ്പെടുക? സ്വാഭാവികമായിട്ടും 7 പേരടങ്ങുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ടീം, അതിൽ 4 ഭൂരിപക്ഷം വനിതാ IPS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്നതാണ്. അവരാണ് ഇപ്പോഴും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ പ്രകാരം നിരവധി പരാതികൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ളതും ഇല്ലാതൊക്കെയായിട്ടുള്ള പരാതികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുക. ഇപ്രകാരം 11 എണ്ണത്തിൽ പോലീസ് കേസെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ശ്രീജിത്തിന്റെയും സിദ്ദീഖിന്റെയും മുകേഷ് MLA-ക്കും എല്ലാം എതിരായിട്ടുള്ള പരാതിയും ഉൾപ്പെടും. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് പരസ്യമാക്കി നിയമ നടപടികൾക്ക് കടക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് പോകുന്നതിന് സർക്കാർ ഒരമാന്തവും കാണിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല.